صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യസന്താനങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ അധിവസിക്കുന്ന ഈ രാജ്യം അതിൻ്റെ ദേശീയ ദിനം ഒന്നുകൂടി ആഘോഷിക്കുന്ന വേളയാണ്. ഈ അവസരത്തിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയും ഈ രാജ്യം നേടിയെടുത്ത നേട്ടങ്ങളും അതേപോലെ ഈ രാജ്യത്തെ ഇത്രയും ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച എന്ത് രാഷ്ട്രപിതാവും അവരുടെ സഹോദരന്മാരും ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ അനുസ്മരിക്കുന്ന ഒരു സമയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 7 എമിറേറ്റുകൾ ഒന്നിച്ചുകൊണ്ട് മഹാനായ ഷേഖ് സായിദിന്റെ നേതൃത്വത്തിൽ ഉടലെടുത്ത ഈ ഇത്തിഹാദ് അത് ലോകത്ത് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ രാജ്യത്തിന്റെ ഉയർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ നായകർക്ക് അള്ളാഹുവിന്റെ മഹത്തായ ലക്ഷ്യമല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം അല്ലാഹു തആല അംഗീകരിച്ചത് കൊണ്ടാണ് ഈ രാജ്യം ഇത്രമേൽ ഉന്നതി പ്രാപിക്കാൻ സാധിച്ചത് എന്നാണ് ഇതിന്റെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അല്ലാഹുവിന്റെ പാശത്തെ പുറകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന അല്ലാഹുവിന്റെ ആഹ്വാനമാണ് ഈ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇത്തിഹാദിന് പ്രേരണയായത് എന്ന് ഇതിന്റെ ഭരണാധികാരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഖൈർ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല അതിനേക്കാൾ ഖൈറായത് പകരം നൽകുമെന്നാണല്ലോ അല്ലാഹു തആല തന്നെ പറയുന്നു, യഅലമുല്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅതികും ഖൈറാ, നിങ്ങളുടെ മനസ്സുകളിൽ നിഷ്കളങ്കമായ ഈമാനാണ്, ഖൈറാണ് നിങ്ങളുടെ ഖൽബുകളിലുള്ളത് എന്ന് അല്ലാഹു പറയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായതാണ് അല്ലാഹു തആല പകരം നൽകുന്നത്. രാജ്യത്തിന്റെ പുരോഗതിയും ജനങ്ങൾക്ക് ഗുണവും അതായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം, അവരുടെ നിഷ്കളങ്കമായ ലക്ഷ്യത്തെ അല്ലാഹു തആല അംഗീകരിച്ചു എന്നാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം സ്വാദിഖീങ്ങൾക്ക്, സത്യവാന്മാർക്ക് അവരുടെ ആ സിദ്ഖ് കൊണ്ട് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും. അവരുടെ ആ നിഷ്കളങ്കമായ നിയ്യത്തിന് അല്ലാഹു തആല നൽകിയ വലിയ പ്രതിഫലമായാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇതിന്റെ ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യം ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചേർന്നത് വലിയ പരിശ്രമത്തിന്റെ ഫലമാണ്. ഇതിനേക്കാളപ്പുറം എല്ലാ മനുഷ്യർക്കും ഏത് രാജ്യത്തിൽ നിന്നും വരുന്ന ഏത് മതവിഭാഗത്തിൽ പെടുന്നവർക്ക് വന്നുകൊണ്ട് വളരെ നിർഭയത്വത്തോടു കൂടി അവരുടെ ജീവിതമാർഗം നേടാനും ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഒക്കെ അവർ കാണിക്കുന്ന ആ ഒരു വിശാലതയും ആ ഒരു നിയത്തും തന്നെയാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മളടക്കം ഒരുപാട് ആളുകൾ ആശ്വാസമായി എത്തുന്നത് ഈ രാജ്യത്തേക്കാണ്. നമുക്കറിയാം, ജോലി തേടുന്നവർ, അതേപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണ് UAE എന്നുള്ളത്. എല്ലാ അറബ് രാജ്യങ്ങളും അതങ്ങനെ തന്നെയാണെങ്കിലും UAE എന്നത് പ്രത്യേകമായി എല്ലാവർക്കും ഉള്ള ഒരു ആശ്വാസ കേന്ദ്രമാണ്. കാരണം സ്വന്തം രാജ്യത്തേക്കാളും നിർഭയത്വത്തോടു കൂടി ഇവിടെ വരാനും അധിവസിക്കാനും ജീവിക്കാനും ഒക്കെയുള്ള വളരെ മനോഹരമായ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതിയും നിലനിൽപ്പും നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്ന് മാത്രമല്ല, അല്ലാഹു തആല നൽകിയ ഈ അപാരമായ അനുഗ്രഹം അതിനെപ്പോഴും നമുക്ക് നന്ദിയുണ്ടാകണം. അല്ലാഹുവിനോട് നന്ദിയുണ്ടാകണം, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് നന്ദിയുണ്ടാകണം. അതാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യശ്കുറുല്ലാഹ വ ലാ യശ്കുറുന്നാസ, ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭരണാധികാരികളോടും ഈ രാജ്യത്തിന്റെ സംവിധാനത്തോടും ഒക്കെ നമുക്ക് എപ്പോഴും നന്ദി വേണം, കൂറ് വേണം.
ഈ രാജ്യത്ത് കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും നിലനിൽപ്പിനും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. എപ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണാധികൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ വിശ്വത്തും അഭിമാനവും ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന നന്ദിയുടെ ഭാഗമാണ്. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന, വിശ്വത്തിന് തടസ്സമാകുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതോടൊപ്പം എപ്പോഴും നമ്മുടെ ഈ നിയമത്തിൽ നമ്മൾ ഓർക്കുകയും അതിന് നന്ദിയുണ്ടായി തീരുകയും ചെയ്യണം. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് ഞാൻ ചെയ്തതെന്ന് അല്ലാഹു ചെയ്ത നിഅമത്തിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിഅമത്തിന് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിലേക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് തോന്നുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദിസ്. അങ്ങയുടെ നാഥൻ ചെയ്ത അനുഗ്രഹത്തെ അങ്ങ് അവരോട് പറയണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നൽകിയ ആ നിഅമത്തിനെ നമ്മൾ പറയുകയും സ്മരിക്കുകയും അതിന് നന്ദിയുണ്ടായി തീരുകയും ചെയ്യണം. കാരണം ഈ രാജ്യം ഇങ്ങനെ ഐക്യപ്പെടുകയും ഈ രീതിയിൽ വിശാലമായി ചിന്തിക്കുകയും ചെയ്തത് അല്ലാഹു തആല ഈ രാജ്യത്തിന്റെ അഹ്ലുകാർക്കും നമുക്കും ചെയ്തെന്ന വലിയ അനുഗ്രഹമാണ്. അലാ ഇന്ന നിഅമതൽ ഇത്തിഹാദി മിൻ അഅദമിൻ നിഅം. ഖുതുബയിൽ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഐക്യപ്പെടൽ ഏറ്റവും വലിയ അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അത് തന്നെ ആ ഒരു വിശാലത കാരണം തന്നെയാണ് സർവ്വവിധ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഈ രാജ്യത്തിന് രക്ഷയുന്നത് അത്തരം ഒരു ഹൈറായ ചിന്തകളാണ്, ഹൈറായ പ്രവർത്തനങ്ങളാണ്. ഏത് രീതിയിലും ജനങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഒരു നയം തന്നെ. നമുക്കറിയാം, ഇനി പൗർണമാസം നടന്നുകൊണ്ടിരിക്കുന്നു. നിയമലംഘകർക്ക് അതൊക്കെ മാറ്റി അവരുടെ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാ നിയമത്തിനും വിധേയപ്പെടാനുള്ള വലിയ അവസരങ്ങൾ എത്ര പ്രാവശ്യം ഇവർ നൽകുന്നു. 2 മാസം നൽകി, വീണ്ടും 2 മാസം നീട്ടി. ഇങ്ങനെ ഇവർക്കറിയാം ഈ രാജ്യത്ത് അഭയം തേടിയെത്തുന്നവർ അവരുടെ ജീവിതമാർഗം തേടി വരുന്നവരാണ്. പല പല വിഷമങ്ങളും ചുറ്റുപാടുകളും ഉള്ളവരാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്ന ഏറ്റവും വലിയ ആ ഒരു ലക്ഷ്യം കാരണമാണ് ഇവിടെ അല്ലാഹു തആല പ്രത്യേകമായ ഒരു കാവലും പ്രത്യേകമായ സുരക്ഷിതത്വവും ഈ രാജ്യത്തിന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അല്ലാഹുവിന്റെ കാര്യത്തിൽ ആരെങ്കിലും സത്യസന്ധത പുലർത്തിയാൽ അവരുടെ ഉദ്ദേശങ്ങളെ അല്ലാഹു തആല സത്യമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകണം, എല്ലാ ജനങ്ങൾക്കും നന്മയുണ്ടാകണം എന്ന ഇവരുടെ ലക്ഷ്യം അല്ലാഹു തആല സത്യസന്ധമായി ഇവർക്ക് പ്രവർത്തി കൊടുക്കുന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എന്നുള്ളതാണ്. മാത്രമല്ല, നന്മ ചെയ്യുക. ലോകത്ത് യുദ്ധങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, അതേപോലെ പട്ടിണി കൊണ്ട് വിഷമിക്കുന്നവർ, ലോകത്ത് എവിടെ എന്ത് ദുരന്തമുണ്ടായാലും അപ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത് കണ്ടെത്തുകയും അവരിലേക്ക് ഒരുപാട് സഹായങ്ങൾ, ഭക്ഷണങ്ങൾ, അതേപോലെ ഡ്രസ്സുകൾ, സാമ്പത്തികമായി മരുന്നുകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിക്ക് നന്മ ചെയ്യുക. മനുഷ്യർക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ബലാഹുകളിൽ നിന്ന് ഈ രാജ്യത്തിന് അല്ലാഹു തആല സലാമത്ത് നൽകുന്നു. കാരണം സനായിൽ മഅറൂഫി തഖീ മസാലിഹ സൂഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനുഷ്യർക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്, അത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് മോശം മരണത്തെ പോലും കാക്കാൻ ഉതകുന്നതാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ആക്ഷേപത്തെ പോലും ഉണ്ടാകാൻ കാരണമാണ്. അങ്ങനെ ഈ രാജ്യത്ത് നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പിന്നെ സഹായങ്ങൾ നമുക്കറിയാം. ഒരുപാട് പാപങ്ങൾ ഇവിടെ എത്തുന്നു. മക്കളെ കെട്ടിക്കാൻ വേണ്ടി, വീടെടുക്കാൻ വേണ്ടി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒന്നുമില്ലാത്തവൻ ആശ്വാസം തേടിയെത്തുന്നത് എങ്ങനെയെങ്കിലും ഒരു വിസിറ്റ് എടുത്ത് ഇവയിലെത്തിയാൽ എന്തെങ്കിലും ഒരു മാർഗം ലഭിക്കും. ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് മഹല്ലുകൾ, ഒരുപാട് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ രാജ്യത്തിന്റെ പുരോഗതിയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും ഈ രാജ്യം കാണിക്കുന്ന വിശാലതയും കാരണമായിട്ട് പോയിരുന്നത് അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇങ്ങനെ ഉന്നതിയിൽ നിലനിൽക്കാനും ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകാനും എപ്പോഴും നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മുടെ സുബൈൽ കേൾക്കുന്നത് പോലെ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ രാജ്യത്തെ ഒരു നിർഭയത്വമുള്ള രാജ്യമായി നിർത്തണേ എന്ന് നമുക്കൊക്കെ ദുആ ചെയ്യാം. അല്ലാഹു തആല ഈ രാജ്യത്ത് സമാധാനവും
ഉദ്ദേശിക്കുന്നതൊക്കെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ പുരോഗതി അല്ലാഹു തആല വലിയ പുരോഗതിയിലേക്ക് നയിക്കുമാറാകട്ടെ. കാരണം നല്ല സമാധാനമുള്ള രാജ്യവും അല്ലാഹു നൽകുന്ന നിഅമത്തും അത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, നബവി എന്ന രാജ്യത്തിന്റെ സമൃദ്ധിയെ പറ്റി ഖുർആനിൽ പറയുന്നത് പറയുന്നു, കുലൂ മിൻ റിസ്കി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബ റബ്ബുൻ ഗഫൂർ. അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദിച്ചെന്ന റിസ്കിൽ നിന്ന് നിങ്ങൾ വിശാലമായി ഭക്ഷിക്കുകയും അതിന് അല്ലാഹു തആലയോട് നന്ദി ചെയ്യുകയും ചെയ്യുക. ബൽദത്തുൻ തയ്യിബ, നല്ല ഒരു നാടും, റബ്ബുൻ ഗഫൂർ, എല്ലാം പുറത്തു തരുന്ന റബ്ബും, അത് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ ഒരു വിശാലതയിലും അല്ലാഹു തആല ഈ രാജ്യത്ത് ഒരുക്കി തന്ന ഈ ഒരു സൗകര്യത്തിലും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി തീരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, ആരെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്താൽ നിങ്ങൾ അവരോട് നന്ദിയുള്ളവരാകണം. ഫഇൻ ലം തജിദു മാ തുകാഫിഊനഹു ഫദ്ഉ ലഹു, നിങ്ങൾക്ക് നന്ദി ചെയ്യാൻ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഹത്താ തറൗ അന്നകും ഖദ് കാഫറതുമൂഹു, നിങ്ങൾ അവർക്ക് നന്ദി ചെയ്തു എന്ന് മനസ്സിന് സമാധാനം ലഭിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹവും സമാധാനവും നിർഭയത്വവും അതിനെപ്പോഴും നമ്മൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് സമാധാനം നിലനിൽക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഈ ഒരു സുഖവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്തിന് നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഇരുട്ടുകൂടിയിരിക്കുന്ന യുദ്ധത്തിന്റെ കാർമ്മികളൊക്കെ നീങ്ങി ഈ രാജ്യത്തെപ്പോഴും സമാധാനം ഉണ്ടാകാൻ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വിദേശത്ത് നിന്ന് വരുന്നവരോടുള്ള അനുകമ്പയും അതേപോലെ റഹ്മത്തും നിലനിൽക്കാൻ വേണ്ടി, ഈ രാജ്യത്ത് പുരോഗതിയൊക്കെ നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാനുള്ള നന്ദി. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല ഈ രാജ്യത്തെ സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ റിസ്ക് തേടി വന്ന എല്ലാവർക്കും അല്ലാഹു തആല ഖൈറായ ജീവിതമാർഗ്ഗം ഒരുക്കി അല്ലാഹു തആല നമുക്ക് നന്ദി ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബാരിക് വസല്ലിം അലൈഹി. സല്ലി അലാ നബിയിൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ രാജ്യത്തിന്റെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ദുബൈ സന്ദർശകർ പങ്കുചേരുകയാണ്. 2-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി മുതൽ നമ്മുടെ നമ്മുടെ സുന്നി സെന്റർ മദ്രസയിൽ വെച്ച് അസ്ർ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ പരിപാടികളോടുകൂടിയുള്ള ഈ ഇതിന്റെ ദേശീയ ദിനാഘോഷം നടക്കുകയാണ്. എല്ലാവരെയും മദ്രസയിലേക്ക്, ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുക്കുക. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനുർ റഹീമായ അല്ലാഹു മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ. അല്ലാഹ് ഈ സ്വലാത്തുകളും സലാമുകളും നീ ഖബൂലാക്കണേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള സലാമിനെ ഓരോരുത്തരിലേക്കും എത്തിച്ചു തരണേ റബ്ബേ. ഈ സ്വലാത്തിന്റെ സലാമിന്റെ ഹഖുകൊണ്ട് അമലുകളൊക്കെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹു ദീനിനെ സഹായിക്കുന്നവർ, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെയും ഈ പറയപ്പെട്ട എല്ലാവരുടെയും ജോലികളിൽ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ റബ്ബേ. ഈ രാജ്യത്ത് നീ പുരോഗതി നൽകണേ റബ്ബേ. ഈ രാജ്യത്തിന്റെ ഇസ്സത്തിനെ നീ ഖിയാമത്ത് നാളിൽ നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹുവേ, ഈ രാജ്യത്ത് നീ പുരോഗതി നൽകണേ റബ്ബേ. നീ ഖൈർ നൽകണേ റബ്ബേ. നിന്റെ ഭരണാധികാരികൾക്ക് നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. ഈമാനോടെ ഹിമ്മത്തോടെ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ രാജ്യത്തിന് സേവനം ചെയ്ത
ചെയ്ത് മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട ശൈഖ് സാഹിബ് റഹിമഹുല്ലാഹ് തുടങ്ങിയുള്ള മൺമറഞ്ഞുപോയ എല്ലാ നേതാക്കളും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഈ രാജ്യത്ത് ഉണ്ടാകുന്ന എല്ലാ നന്മകളുടെയും പ്രതിഫലത്തെ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഈ രാജ്യത്തിന്റെ സമാധാനം വളർത്തണേ റബ്ബേ. ഈ ഐക്യം നിലനിർത്തണേ റബ്ബേ. യുദ്ധങ്ങളിൽ നിന്നും ഫിത്നകളിൽ തൊട്ടും ശത്രുക്കളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ തൊട്ടും ഈ രാജ്യത്തെയും അറബ് ജസീറകളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ അനന്തേടിയെത്തിയ എല്ലാവർക്കും നീ ഖൈറായ റിസ്ഖ് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ അഭയാർത്ഥികളായി അതേപോലെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ രാജ്യത്ത് നീ സമാധാനം നൽകണേ റബ്ബേ. അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ റബ്ബേ. ഈ രാജ്യം നടത്തുന്ന എല്ലാ നന്മയായ പ്രവർത്തനങ്ങളെയും നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഒരുപാട് രാജ്യങ്ങളിലേക്ക് സഹായിക്കുന്നു, ആ സഹായങ്ങളൊക്കെ നീ കബൂൽ ചെയ്യുകയും അതിൻ്റെയൊക്കെ കൊണ്ട് ഈ രാജ്യത്ത് നീ ഖൈറും ബറക്കത്തും സമാധാനവും നീ ചൊരിയണേ റബ്ബേ. ഒരുപാട് ഞങ്ങളടക്കമുള്ള കേരളമടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന സഹായങ്ങളും സ്വതന്ത്രങ്ങളും ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹു, ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് സ്വതന്ത്രരുടെ ബറക്കത്ത് കൊണ്ട് ഈ രാജ്യത്ത് സമാധാനവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ആത്മത്തിൽ നിന്നാക്കി തരണേ റബ്ബേ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. രോഗികളായി കഴിയുന്നവർക്ക് നീ ശിഫയും ആഫിയത്തും സലാമത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഭാര്യ സന്താനങ്ങളെ നീ കൺകുളിർമ നൽകണേ അല്ലാഹ്. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദീനിന്റെ അഹലുകാരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ളവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഗഫൂർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله